ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ ഡിവൈൻ മെസ്സേജ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോണത്. നമുക്ക് നോക്കാം എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കാം. ഫൈവ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇതിലെ. ഒരു നിങ്ങൾ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ട്രാപ്പിലായിപ്പോയി പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ, അപ്പോൾ അത് സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു കാര്യമാണെന്ന് ഇപ്പം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾക്കുള്ള ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ഇത് ഫൈവ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് ഒരു ചീറ്റിംഗ് എനർജി ആയിരുന്നു, പക്ഷെ പാസ്റ്റിൽ നടന്ന ചീറ്റിംഗ് ആണ്. ഈ ഒരു സമയം നിങ്ങൾ ആ ഒരു എനർജിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഒത്തിരി പ്രശ്നങ്ങൾ ഇതുകൊണ്ടുണ്ടായിട്ടുണ്ടായിരിക്കാം. വിഷമോ ടെൻഷനും ഡിപ്രഷനും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ എങ്ങനെയാണത് പുറത്തിറങ്ങേണ്ടത് എന്നുള്ളൊരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം എന്നുള്ളതാണ്. ഒരു ക്ലാരിറ്റി കിട്ടുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. മജീഷ്യനാണ്. മുന്നിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പം മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. അതൊന്നും നിങ്ങൾ ഉപയോഗിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നത്. ഇപ്പം നമ്മൾ സ്വയം നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കുക. നമ്മളുടെ മുന്നിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. നമ്മൾ ചില കാര്യങ്ങളിൽ മാത്രം ഫോക്കസ്ഡ് ആയിരിക്കുമ്പോഴാണ് നമ്മളുടെ മുന്നിൽ വേറെ നല്ല കാര്യങ്ങളുള്ളതൊന്നും നമുക്ക് കാണാൻ പറ്റാത്തത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ കഴിവുകളെക്കുറിച്ചും നിങ്ങളുടെ സാധ്യതകളെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുന്നുണ്ട്, ഒരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ട് ഈ ഒരു സമയം. കാരണം നിങ്ങൾ ഏത് അവസ്ഥയിലാണ് ട്രാപ്പിലായി പോയത്, എന്ത് ഇമോഷനാണ് അന്ന് നിങ്ങളെ ഭരിച്ചിരുന്നതെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ അത് ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ നമ്മൾ ആരെയും ഒഴിവാക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ട് സോൺ അതാണ് എന്ന് മനസ്സിലാക്കി അവിടെ നിന്നത് കൊണ്ടായിരിക്കണം നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നത്. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഇത് വിട്ടിട്ട് പോയാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നം നമ്മളുടെ മുന്നിലുണ്ടെങ്കിൽ, പുതിയതൊരു കാര്യം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ ആലോചിച്ചിരുന്നെങ്കിൽ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ തന്നെ നിൽക്കേണ്ടി വന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇന്നത്തെ എനർജി ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങളിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ മാറ്റം നിങ്ങൾ സ്വയം തിരിച്ചറിയുന്നൊരു സമയമാണ്. നിങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയുന്നു, നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ശരിക്കും ഡിവൈനുമായിട്ട് ശരിക്കും ഒരു വളരെ വലിയ അടുപ്പമുണ്ട്. നിങ്ങൾക്ക് ശരിക്കും ഒരു കണക്ഷൻ കിട്ടിത്തുടങ്ങുന്നുണ്ടായിരിക്കും. പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ കണക്ഷൻ കിട്ടി തുടങ്ങിയിട്ടില്ലായിരിക്കാം. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ കണക്ഷൻ കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത്. നോക്കാം. ടു ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഈ കൺഫ്യൂസ്ഡ് ആയിരുന്ന ഒരു എനർജിയാണ് മാറി മജീഷ്യനിലേക്ക് വന്നത്. അപ്പോൾ എപ്പോഴും എങ്ങോട്ട് മുന്നോട്ട് പോകണം, നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്. കാരണം നിങ്ങൾ ആക്ഷൻ എടുക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവുമോ എന്നൊക്കെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തിരുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സാധ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്കത് കാണാൻ പറ്റൂല. നിങ്ങൾക്കത് ഇപ്പം കണ്ടാൽ പോലും അത് ചെയ്യാൻ പറ്റൂല. കാരണം നിങ്ങളുടെ കൂടെയുള്ളവരെ വിഷമിപ്പിക്കേണ്ടി വരും. നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങാനും നിങ്ങൾക്ക് താല്പര്യമില്ല. ആരെയും വിഷമിപ്പിക്കാതെ ജീവിക്കാം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആരെയും വിഷമിപ്പിക്കാതെ ജീവിക്കണം എന്ന് മാത്രം ആലോചിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്.
കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നിട്ടുണ്ട്. കാരണം ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ, അല്ലെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ ഈ ഒരു സമയത്തുണ്ട്. തീരുമാനം എടുത്താലും നമ്മൾ മറ്റു ആൾക്കാരെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റൂല എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഈ ഒരു സമയമുണ്ട്. എപ്പോഴും നമ്മൾ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്ന ആൾക്കാർ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കാം പാസ്റ്റിൽ. ഞാൻ അങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം ചെയ്താൽ അവർക്ക് എന്തായിരിക്കും, അവരുടെ മനസ്സിൽ എന്തായിരിക്കും തോന്നുന്നത്, അവർക്ക് വിഷമം ഉണ്ടാവില്ലേ എന്നൊക്കെ വിചാരിച്ച് പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു സമയം ഇനി നിങ്ങളതൊന്നും മാറ്റി വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഒരു 100 പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ക്ലിയറാണ്, തീരുമാനങ്ങൾ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇന്നത്തെ ദിവസം നിങ്ങൾക്ക്. പിന്നെ കുറേ ആൾക്കാർക്ക് ഒരു പ്രമോഷൻ പോലെ, മറ്റാൾക്കാർ ആരെങ്കിലും നിങ്ങളുടെ പ്രമോഷനൊക്കെ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം ആ ഒരു കാര്യത്തിന് അതൊക്കെ ബ്രേക്കായി നിങ്ങൾക്ക് ആ ഒരു പ്രമോഷൻ്റെ ഒരു ഇതൊക്കെ കിട്ടുന്നുണ്ട് എന്നാണ് കാണുന്നത്. 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഇതിൽ. നിങ്ങൾ കുറച്ച് ഫിനാൻസിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നൊരു സമയമാണ്. നിങ്ങൾക്ക് ജീവിക്കാൻ പൈസ വേണം. അത് ചെറിയ പൈസയൊന്നും ആയിരിക്കില്ല. നിങ്ങൾ വളരെ ലക്ഷറിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് പൈസ സേവ് ചെയ്യണം എന്നൊക്കെയാണ് ഈ ഒരു സമയം നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ ആ ഒരു മണി മാനേജ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കും, എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ചിലപ്പോൾ കിട്ടിയതുപോലെ ചിലവാക്കുന്നതായിരിക്കും. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ആ ഒരു പൈസ എങ്ങനെ കൈകാര്യം ചെയ്യാം, ആ കിട്ടുന്ന പൈസയിൽ എത്ര പൈസ സേവ് ചെയ്യാം, എങ്ങനെ അത് നല്ല പോലെ ഉപയോഗിക്കാം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ കുറച്ചെങ്കിലും സേവിങ്സ് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ അത് ചിന്തിക്കുന്നുണ്ട്, സേവ് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നു. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. ഒരു നിങ്ങളുടെ ഒരു ഫെമിനൈൻ എനർജി അത് നല്ല പോലെ ഒരു ബ്രൈറ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് അത് ഫെമിനൈനാണ്, ക്രിയേറ്റീവ് എനർജിയാണ്, ശക്തിയാണത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പാസ്റ്റിൽ മസ്കുലൈൻ എനർജിയാണ് കൂടുതൽ ഉണ്ടായിരുന്നതെങ്കിൽ ഈ ഒരു സമയം അതൊക്കെ മാറിയിട്ട് ഇതിൽ ആദ്യം തന്നെ കിട്ടിയത് മസ്കുലൈൻ മജീഷ്യനാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫെമിനൈൻ ശക്തി, അത് നമ്മളുടെ ഒരു ശക്തിയാണ്. അപ്പോൾ നമുക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ശക്തി വേണം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ഫെമിനിൻ എനർജി കൂടുതൽ ശാക്തീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിരിക്കും, എന്ത് ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടായിരിക്കും, ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ. നമ്മൾ എന്ത് ചെയ്താലും നമ്മളുടെ ഒരു കയ്യൊപ്പം എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഒരു കാര്യം നമുക്കിന്ന് സംഭവിക്കും എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങളിൽ എപ്പോഴൊക്കെയോ നിങ്ങൾ ചെയ്തിരുന്ന കാര്യം നിങ്ങളുമായിട്ട് ഈ ഒരു ജന്മത്തിൽ വീണ്ടും ഈ ഒരു സമയത്തൊക്കെ കണക്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കണം. അത് ചിലപ്പോൾ ഇൻഡ്യൂഷനിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ സ്വപ്നത്തിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ അത് ഒരു റീഡിങ്ങോ അല്ലെങ്കിൽ ഒരു അസ്ട്രോളജറുടെ ഒരു അഡ്വൈസോ ഒക്കെ, അല്ലെങ്കിൽ നിങ്ങൾ നാടി നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു സമയം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. ആ ഒരു ഡിവൈൻ ഗൈഡൻസ് കൃത്യമായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം. അതുകൊണ്ടായിരിക്കണം നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാത്തത്. ഇപ്പം ക്ലിയർ ആണ്. കൺഫ്യൂസ്ഡ് ആയിരുന്ന ഒരു അവസ്ഥയൊക്കെ മാറി ശരിക്കും വളരെ ക്ലിയർ ആയ ഒരു നിങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഹൈറഫൻറ്റിൻ്റെ എനർജിയാണ്. ഇതൊരു സ്പിരിച്വൽ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ്. അത് ചിലപ്പം സെൽഫായിട്ട് കിട്ടുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും അടുത്ത് നിന്നൊരു ഗൈഡൻസ് എടുക്കുന്നതായിരിക്കാം. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ഒന്നും അന്ധമായിട്ട് വിശ്വസിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു ഗുരുവിൻ്റെ പ്രസൻസൊക്കെ കാണുന്നുണ്ട്. നമ്മളൊരു 80% ഒരാൾ തരുന്ന ഗൈഡൻസ് നമുക്ക് സ്വീകരിക്കാം. 20% നമ്മളുടെ സോളിനോട് ചോദിക്കുക, ഇത് ശരിയാണോ,
ഈ പറയുന്ന കാര്യങ്ങൾ ഓക്കെ ആണോ? അത് വളരെ കൺഫ്യൂഷനൊന്നും കൂടാതെ നമ്മളുടെ ഹൃദയം പറഞ്ഞു തരും ഇതാണ് ശരിയെന്ന്. അപ്പോൾ നമ്മളിനി ഏത് ഗ്രൂപ്പിൽ പോയാലും ആരുടെ ഗൈഡൻസ് എടുത്താലും നമുക്ക് സ്വയം അത് ചോദിക്കാൻ പറ്റും. ഈ പറയുന്നത് ശരിയാണോ എന്ന് നമുക്ക് സ്വയം നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി, നമ്മുടെ ഹൃദയത്തോട് ചോദിച്ചാൽ മതി. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു ഒരു ഡിവൈൻ ഗൈഡൻസ് കിട്ടുന്നു, നിങ്ങൾക്കൊരു ഗുരുവിനെ കിട്ടുന്നു, നിങ്ങൾ അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു ഗുരു ഒരിക്കലും നമ്മളുടെ ഇപ്പം ഗുരു എന്ന് പറയുന്നത് നമ്മളെ വഴികാട്ടുന്ന ഒരാൾ ആണ്, വഴി കാട്ടിത്തരും. പക്ഷെ തീരുമാനം എടുക്കുന്നത് നമ്മളായിരിക്കും. അല്ലാതെ ഗുരു ഒരിക്കലും തീരുമാനം എടുക്കാറില്ല കേട്ടോ. ഗുരു നമുക്ക് വഴി കാണിച്ചു തരുന്നത് മാത്രമാണ് ചെയ്യണത്. ആ പോകുന്ന വഴിയിലൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം വന്നേക്കാം എന്നൊക്കെ ഗുരു നമ്മളോട് പറഞ്ഞു തരാം, പറഞ്ഞു തരും. പക്ഷേ നമ്മൾ പോകേണ്ടത് നമ്മളുടെ സോളാണ്. അപ്പം നമ്മളത് കണ്ണുടച്ച് എല്ലാ കാര്യങ്ങളും അത് ഗുരു പറഞ്ഞതാണ് എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാതിരിക്കുക. കാരണം നമ്മളുടെ ഉള്ളിൽ ഗുരുവുണ്ട്, നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ദൈവത്തിൻ്റെ അംശം എല്ലാവരുടെ ഉള്ളിലും ആ ഒരു ഗുരു സാന്നിധ്യം ഉണ്ട് കേട്ടോ. നമ്മൾ തന്നെയാണ് നമ്മളുടെ ഗുരു. അപ്പോൾ പലപ്പോഴും അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ പുറത്ത് ഇങ്ങനെയുള്ള ഗൈഡൻസ് ഒക്കെ എടുക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഈ നിങ്ങളുടെ ഉള്ളിലുള്ള ഗുരു തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ പറ്റും. അത് നമ്മുടെ സോളിന് അത്രയധികം പവർ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ പുറത്തുള്ള ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമില്ല. ഈ പുറത്തുള്ള ഗൈഡൻസ് കിട്ടുന്നത് അതാണ് ശരി, 100% അതാണ്. ഇതിൽ വേറെ ഗുരു പറഞ്ഞത് ഇങ്ങനെയാണ് അതുകൊണ്ട് ഇതാണ് എന്നൊരിക്കലും പറയാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കാതിരിക്കുക. കാരണം അത് നമ്മുടെ സോൾ ആഗ്രഹിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ സോളിനോട് നമ്മൾ ചോദിക്കുക. ഇപ്പം നിങ്ങൾ ഒരു ഗൈഡൻസ് എടുത്തു എന്ന് വയ്ക്കുക. നിങ്ങളത് മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് നമ്മളോട് തന്നെ ചോദിക്കുക, ഈ ഒരു കാര്യം ഇങ്ങനെയാണ് ഞാൻ കേട്ടത്, ഇത് ശരിയാണോ എന്ന് സ്വയം ചോദിക്കുക. അപ്പോൾ അതിൽ എത്രമാത്രം ശരിയുണ്ട് എന്നും നമ്മുടെ സോൾ പറഞ്ഞു തരും. അപ്പോൾ അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. കിങ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് അത്. കൃത്യമായിട്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണുന്നത്. ഇത് എവിടെ നിന്നുമല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. നിങ്ങളുടെ പുറത്തെ സാഹചര്യം എന്ത് തന്നെ ആയിക്കോട്ടെ, ഇത് ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കും എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം. അത് ഇമോഷൻസിന് നിന്നും പ്രാധാന്യം കൊടുക്കാതെ നിങ്ങൾ ആക്ഷൻ എടുത്ത് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ എന്നാൽ ആരെയും വേദനിപ്പിക്കാതെ നമ്മളും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഇന്നത്തെ ദിവസം പറ്റും എന്നാണ് കാണുന്നത്. ക്യൂനാണ്, ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇന്ന് നേരത്തെ പറഞ്ഞത് ഒരു എനർജി തന്നെയാണ് കിട്ടിയത്. ക്യൂൻ ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് ശരിക്കും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, ഇമോഷൻസിനൊന്നും വളരെ പ്രാധാന്യം കൊടുക്കാത്ത, എന്നാൽ നല്ല ഹ്യൂമർ സെൻസോടുകൂടി എല്ലാ കാര്യങ്ങളും എടുക്കുന്ന ഒരാളാണ്. അപ്പം മറ്റുള്ളവരെ ഇമോഷനും നിങ്ങൾ വലിയൊരു പ്രാധാന്യം ഒന്നും കൊടുക്കൂല, ആരെയും വേദനിപ്പിക്കേണ്ടെന്ന് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. പക്ഷെ നിങ്ങൾ ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ ശരിക്കും സ്ട്രോങ് ആയിരിക്കും, മാറ്റേണ്ടാത്ത തീരുമാനങ്ങൾ എടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ ആലോചിച്ച് മാത്രം ഇന്നത്തെ തീരുമാനങ്ങൾ എടുക്കുക. എല്ലാ കാര്യത്തിനും നിങ്ങൾ ഇന്ന് ചിന്തിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. നിങ്ങളത് ഇന്ന് കുറേ നേരം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിവെച്ച്, അല്ലെങ്കിൽ നിങ്ങൾ കുറേ സമയം യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒരുപാട് ഉപയോഗിച്ച് സമയം വേസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ചിലപ്പോൾ വെറുതെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം മാത്രം നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾ പാസ്റ്റ് ചെയ്ത കാര്യങ്ങളും നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടിയില്ലാത്തിരുന്ന കാര്യം നിങ്ങൾ ചെയ്തിരുന്നോ എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുക. അതിൽ നിന്ന് എന്ത് മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ്. ചിലപ്പോൾ നമ്മൾ കുറേയധികം സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ എത്രമാത്രമാണ് ഒരാളിനോട് സംസാരിക്കേണ്ടത്, ഏതുവരെ സംസാരിക്കാം, ഏത് ബൗണ്ടറി കഴിഞ്ഞ് അങ്ങോട്ട് പോകാതിരിക്കണം. പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തിട്ട് അവർ തിരിച്ച് നമുക്ക് നമ്മളുടെ വടിയും കൊണ്ട് വരുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നതാണ് പൊതുവെ എല്ലാവരും. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളൊരു കാര്യം ഏതറ്റം വരെയാണ് നമുക്കൊരാളോട് കാര്യങ്ങൾ പറയേണ്ടത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇന്നത്തെ ദിവസം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ചെയ്യേണ്ടാത്തത് എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈഗോ ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ സ്വയം നമുക്കിതിനൊക്കെ ഉള്ളൊരു കഴിവുണ്ട് എന്ന് തോന്നുമ്പം നമ്മൾ ഈഗോ ഉണ്ടാകരുത്. നമ്മൾ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കണം. നമ്മൾ എപ്പോഴും അങ്ങനെയാണ്.
നമ്മൾ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കണം. എന്ത് വന്നാലും നമുക്ക് ഓക്കെ ആണ് എന്നുള്ളൊരു ചിന്തയിൽ ഒരു അഹംഭാവമില്ലാതെ നമ്മൾ ഇരിക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം. ഡെവിൾ കാർഡാണ് വന്നിട്ടുള്ളത്. പല പ്രലോഭനങ്ങളിലും പെട്ടുപോകാം. ചില ആൾക്കാർക്ക് ഏതെങ്കിലുമൊക്കെ പ്രലോഭനങ്ങളിൽ പെടാനുള്ളൊരു സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പിലാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ത്വര ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇതൊരു നിങ്ങളെ ഇങ്ങനെ നിങ്ങളുടെ പിറകെ നടക്കുന്ന എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിരിക്കാം. എന്താണെന്ന് ക്ലാരിറ്റി എടുത്ത് നോക്കാം. എന്തുകൊണ്ടാണ് ഈ ഒരു ഡബിൾ കാർഡ് ഇപ്പോൾ വന്നാൽ നോക്കാം. ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇത്. നമ്മളുടെ സൗഹൃദങ്ങൾ എപ്പോഴും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളുടെ എനർജി ലെവല് ഉള്ള ആൾക്കാരുമായിട്ടാണോ നമ്മൾ സുഹൃത്ത് ബന്ധം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. പല പ്രലോഭനങ്ങളിലും നമുക്ക് വീണ് പോയേക്കാം. അല്ലെങ്കിൽ പാസ്റ്റിൽ ഒരുപാട് സുഹൃത്തുക്കളായിരുന്ന ആൾക്കാർ ഇപ്പം നിങ്ങളോട് ശരിക്കും വൈരാഗ്യമായിട്ട് പെരുമാറി അവരെന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് തന്നെ ഡൗട്ട് തോന്നുന്നുണ്ടായിരിക്കാം. കാരണം പാസ്റ്റിൽ നിങ്ങൾ അത്രയും കൂട്ടായിരുന്ന, ചിലപ്പം വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്തിരുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പം നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം അറിയാവുന്ന ആൾക്കാർ നിങ്ങളെ ചിലപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ചെയ്യാൻ അല്ലെങ്കിൽ പറയെങ്കിലും ചെയ്യാൻ ഉള്ളൊരു സാധ്യതയുണ്ട് പുറത്ത്. അപ്പം അതിൻ്റെ ഒരു ഭയമായിരിക്കാം. എന്തായാലും ഈ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് കേട്ടോ. നിങ്ങളുടെ ഇത് നോക്കട്ടെ. 3 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ ഇതും എന്തോ ഒരു കാര്യം നിങ്ങൾ എന്തോ ഒരു നെഗറ്റീവ്, ഈ ഒരു മാജിക്ക് പോലത്തെ ഒരു സംഗതി നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. കുറച്ച് ആൾക്കാർക്കാണ്, എല്ലാ ആൾക്കാർക്കും അല്ല. നോക്കാം എന്ത് വന്നു, ഒന്നും കൂടെ നോക്കാം. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് ഇതിൽ. ഉണ്ടല്ലേ കുറേ കാർഡ്സ് ഉണ്ട്. ഈ ഒരു ഹൈ പ്രീസ്റ്റസ് ഇതിനകത്ത് ഇപ്പം വന്നപ്പോൾ ഡെവിളും ഹൈ പ്രീസ്റ്റസും കൂടി വരുമ്പോൾ അതൊരു പവർഫുള്ളായിട്ടുള്ള ഒരാൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള എനർജി കൊണ്ടു തരുന്നു എന്നുള്ളതാണ് കേട്ടോ. അത് ആരായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളതെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ ചില സുഹൃത്തുക്കളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പിലോ ഏതെങ്കിലും സൗഹൃദങ്ങളോ ഒക്കെ നിങ്ങൾ ഒരുപാട് സുഹൃത്തുക്കളായിരുന്ന ആൾക്കാർ, ആ ഒരു ആൾക്കാരുടെ അവർ ചിലപ്പോൾ ശരിക്കും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. നമ്മളുടെ എനർജി എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും യൂസ് ചെയ്യാം. അത് രണ്ടും എനർജി ഒന്നേ ഉള്ളൂ. അത് നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി എന്ന് നമ്മളാക്കുന്നതാണ്. നമ്മൾ ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന് അനുസരിച്ചാണ് ആ എനർജി എന്തും ചെയ്യാം എന്നുള്ളതാണ്. അത് എങ്ങനെ വേണോ ഉപയോഗിക്കാം, നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ ഉപയോഗിക്കാം. അപ്പം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാൾ നിങ്ങൾക്കെതിരെ നെഗറ്റീവായിട്ട് ഊർജമുണ്ടാക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഉപ്പ് വെള്ളത്തിൽ കുളിക്കാൻ ശ്രമിക്കുക. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ, പല പ്രലോഭനങ്ങളും നിങ്ങൾക്ക് വന്നേക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ നോക്കുക. നമുക്ക് ഏത് ആൾക്കാരാണ് നമ്മളുടെ കൂടെ നിൽക്കേണ്ടത്, ഏതൊക്കെ സൗഹൃദങ്ങളിലാണ് നമ്മൾ പോകേണ്ടത്, ഏതൊക്കെ പാർട്ടികളിലാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഈ ആൾക്കാരുമായിട്ട് കൂട്ടുകൂടുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണോ ഉണ്ടാക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇന്നത്തെ ചില ദിവസം ചിലപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കും. അപ്പോൾ ഒന്ന് ആലോചിക്കുക, മനസ്സിലാക്കുക, വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടുപോവുക. അത് ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷവും സുഖമൊക്കെ ഉണ്ടാകും. പിന്നീട് നമ്മൾ അതിൽ പെട്ടുപോകും. അപ്പോൾ അത് ആലോചിക്കുക, അത് വേണോ വേണ്ടേന്നൊക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.